എന്റെ കയ്യും കാലും കെട്ടിട്ട് അമ്മയും മോനും ചങ്ങായിമാരും കൂടി ഇതായിരുന്നില്ലേ പരിപാടി? സന്ധ്യാനാമം ജപിക്കാൻ പറയുന്നതിന് പകരം 4 ഇംഗ്രാബ് വിളിച്ചൂടേന്ന് പറഞ്ഞോനെ അപ്പോ ഹോമം ചെയ്ത് പിടിക്കാൻ നോക്കുന്നത്. 13 ആത്മാക്കള് അതിലൊന്ന് ചാടിപ്പോയോലും. അങ്ങനെ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കേളപ്പെട്ടനാ. പോലീസും പട്ടാളവും ഒന്നിച്ച് തെരഞ്ഞിട്ട് കാണാത്ത ആളെ അപ്പോ തീയിട്ട് പേടിപ്പിക്കുന്നത്. ഏതോ ഒരു പെണ്ണിന്റെ വർത്താനവും കേട്ടിട്ട് ഓ മന്ത്രവാസത്തിന് ഇറങ്ങിക്കുന്നത് നാണല്ലാത്ത. വിളിച്ചോണ്ട് പോകുന്നുണ്ടോ മക്കടത്തൻ? മനുഷ്യനെ മനസ്സമാനം കളയാനായിട്ട്. ഞാൻ പറയുമ്പോ മാത്രം ഓന് മനസ്സമാധാനം കേട്ടു. ഞാൻ എണീറ്റോളായിട്ട് പോട്. ഒന്ന് എണീക്കമ്മേ. ഓ എന്നെ ഇവിടെ ഞാൻ അങ്ങ് എണീറ്റോളൂ. ഓള് ഓൻ ചോദിച്ചു കൈ കൊടുണ്ടാ. നീ കൈ വിട്ട ഞാൻ അങ്ങ് കിടക്കും. എന്ത് സാധനം? ദിനേശ, ഇവർക്ക് ആർക്കും ഇഷ്ടമല്ലേ നിനക്കത് വിട്ടൂടെ? വീട്ട് ഒരു മിനിറ്റ് വിട്ടുവാ. എന്തേ? ഒരു കാര്യം പറയട്ടെ. എങ്ങോട്ടാ കേക്കേ? ഒരാൾ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി നിൽക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല് കേട്ടോ. ഇതിപ്പോൾ എന്തിനാ തന്നതെന്നൊക്കെ മനസ്സിലായില്ലേ? കമ്പനിക്കാരെപ്പോഴും കമ്പനിക്കാരായിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടി മണലിറക്കാൻ വരരുത്. പോരെ. ദിനേശ, നാളെ പാർട്ടി ഞാൻ പോന്നേ. എടാ നിക്ക്, ഞാൻ വരുന്നേ. എനിക്ക് സംസാരിക്കാൻ വയ്യ നിന്നോട്. ദിനേശേട്ടാ, ഞാൻ പറയുന്ന ഒന്ന്. എൻ്റെ ഇത്രയും കാലത്ത് സകല ആദർശം ഞാൻ പണയം വെച്ചാണ് ഇമാതിരി പണിക്കിറങ്ങി തിരിച്ചത്. കടത്തിന്റെ മേളിൽ കടമായിട്ട് നിൽക്കുകയാണ് ഞാനിപ്പോ. സോറി, ഞാൻ ദിനേശേട്ടന്റെ മനപ്പുറം നാണം കെടുത്ത പണി ചെയ്യിപ്പിച്ചാൻ തോന്നുന്നുണ്ടോ? നിനക്കൊരു സോറി പറഞ്ഞങ്ങ് പോയാ മതി. സത്യം പറയട്ടെ, എനിക്കിപ്പോ നിന്നോടൊന്നും തോന്നുന്നില്ല. എല്ലാം മതിയായി, എല്ലാം. നിനക്ക് കിടക്കാനായില്ലേ? വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഓരോ ഏടാ കൂടെ ഒപ്പിച്ചു വെക്കും.
Fidos Comrada. അതായത് പുരോഗമനാശയങ്ങളെ മുറുകെ പിടിക്കുന്ന പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ് ദിനേശ മാഷെടുത്തുണ്ടായത്. സഖാവിനടുത്ത് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടാ. അല്ല, ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ശ്രമം നടത്തിയതാണ്. ഇല്ലാന്ന് മനസ്സിലായപ്പോ ഞങ്ങളത് വിട്ടു. അതെ, സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കുന്നത് നല്ലതല്ലേ? അങ്ങനെയാണെങ്കിൽ പാർട്ടി കൊന്നു തള്ളിയ ആൾക്കാരുടെ ആത്മാക്കൾ നമ്മളെ ജീവിക്കാൻ വിടൂലോ. പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തെറ്റായ നിലപാടുകളാണ് സഖാവ് ദിനേശനും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടാ? പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ദിനേശനെ പോലത്തെ ഒരാള് ഇങ്ങനെ കാണിച്ചാ ബാക്കിയുള്ളവരെന്താ ചെയ്യാ? ഉത്തരം മുട്ടുമ്പോൾ തിരിഞ്ഞു കളിക്കാതെ മുഖത്തൂക്കി കാര്യം പറയുന്ന സഖാവേ. അല്ലെങ്കിൽ വിജയ് ഒരു അബദ്ധം പറ്റിയാണ്. പാർട്ടി എന്നോട് ക്ഷമിക്കണം. അതായത് അച്ചടക്ക ലംഘനം നടത്തിയതിന് വ്യക്തമായൊരു കാരണം നിങ്ങൾക്ക് പറയാനില്ലാത്തതിനാൽ പാർട്ടി നിങ്ങളെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്താ ഓനോട് ചിലക്കാണ്ട് പോകാൻ പറയടാ. അക്ഷന്തവ്യമായ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സഖാവ് ദിനേശൻ, ഇന്ദു, കേരളകുമാരൻ, സജി CP എന്നിവരെ മേൽ കമ്മിറ്റി ചർച്ചകൾക്ക് വിധേയമായി എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നതായും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായും അറിയിക്കുന്നു. മേൽ കമ്മിറ്റിയുടെ ഈ നടപടി ഞാനുണ്ടാക്കിയ പാർട്ടി നിന്റെ കുട്ടികളെ പുറത്താക്കാൻ ഓളാരാ? സഖാവ് ദിനേശ് ഇവിടെ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഉണ്ടായിട്ടാ അവിടെ അടിച്ചാൻ പൊളിക്കും. നമുക്ക് എൻ്റെ ആഫീസും ഒരു കോപ്പീസും. എന്തായി? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പോര്. ഗിരി, വിശ്വസിച്ച പ്രസ്ഥാനത്തെ നിങ്ങൾ വഞ്ചിച്ചത് അതെനിക്ക് പൊറുക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഖാക്കളെ, നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ പേരിൽ ഒരു ചരിത്രമെഴുതിയ സഖാവ് കേളപ്പനെ അനുസ്മരിക്കാനാണ്. കേളപ്പേട്ടൻ നമുക്ക് അന്യനല്ല. അദ്ദേഹം ചെയ്ത ഓരോ സത്പ്രവൃത്തികളുടെയും ഫലമാണ് നമ്മുടെ ഇന്നത്തെ ഈ ചിന്തമംഗലം. കേളപ്പേട്ടൻ്റെ 23ാമത് അനുസ്മരണ യോഗത്തിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, കാലാനുഗതമായി പാർട്ടി സമൂഹത്തെ പണ്ട് പഠിക്കുന്ന സമയത്ത് കുരുത്തക്കേട് കാണിച്ചതിന് ക്ലാസ്സിൽ നിന്ന് മറ്റും പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ പാർട്ടിയിൽ നിന്ന് ഇത് ആദ്യമായിട്ട്. എനിക്കാണ് 2 ഇൻക്ലാബ് വിളിക്കായിട്ട് ഒരു സുഖമില്ല. പോട്ടെ. കമ്മ്യൂണിസ്റ്റ് ആശയത്തിലും കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിലും പലർക്കും ചില ഇടർച്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കൂടി വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് പുറത്തു നിന്നുകൊണ്ട് ഈ പാർട്ടി 25 പൊറോട്ടയെ കുറിച്ച് മീൻചാരം എടുത്തോളി. അത് അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല. ഓരോ കമ്മ്യൂണിസ്റ്റ് ഓർമ്മ വെച്ച കാലം മുതൽ പാർട്ടിക്ക് വേണ്ടി ഊണും ഉറക്കമില്ലാണ്ട് പ്രവർത്തിച്ച പുള്ളറാ. ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടിയല്ലേ ഒരു പാർട്ടിക്കാർ പുറത്താക്കിയേ? നിങ്ങളെ കാര്യം ഓർക്കുമ്പോൾ ഈ ചന്ദ്രേട്ടന് ഭയങ്കര വിഷമമുണ്ടടാ. ആണോ? മക്കളെ, ഇങ്ങക്ക് വർക്ക് ചെയ്യാൻ വേറെ പാർട്ടിയിലാന്നുള്ള ചിന്ത വേണ്ട. ഈ ചന്ദ്രേട്ടനുണ്ട്, ചന്ദ്രേട്ടൻ്റെ പാർട്ടിയുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നു? കൊടുക്കട സോമാ നമ്മളെ മെമ്പർഷിപ്പ് എപ്പോൾ കൊടുത്തെന്ന് വെച്ചാൽ പോരെ. എന്താ റെഡിയായി?
നമ്മളെ പാർട്ടിയിൽ നിന്ന് പിന്നെ ആരെയും പുറത്താക്കും. അപ്പൊ പെങ്ങളുടെ പേരൊക്കെ നിങ്ങൾ എഴുതിക്കോളി. ആ ശരിക്കും നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാ. കുറേ നാൾ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്നെ ഞങ്ങൾ പാർട്ടി സഖാക്കളായത്. അല്ലാതെ റോട്ടിൽ കൂടെ പോണവരേക്ക് വിളിച്ച് സ്മോളും ബിരിയാണിയും കൊടുത്തിട്ടല്ല ഞങ്ങളെ പാർട്ടിയിൽ ആളെ കൂട്ടല്. എന്നാ ശരി, കുറച്ച് തിരക്കുണ്ടേ, നിരാഹാര സമരത്തിന് പോവാം. ഇന്ന് ഏത് സിനിമാടന്റെ വീട്ടിലാ നിരാഹാരം? അവിടെ സമരം ചെയ്യുക, സെൽഫി എടുക്കുക. പ്രാദേശികമായി ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ അങ്ങിങ്ങായി കണ്ടുവരുന്നുണ്ട്. അതൊന്നും കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. അത്തരം പ്രവണതകളെ ശക്തമായി നേരിട്ട ധീര വിപ്ലവകാരിയായിരുന്നു സഖാവ് കേളപ്പേട്ടൻ. ചോദിച്ചിട്ട് വയ്യല്ലോ. നിനക്കെന്താണ് എന്നെ പറ്റി പറഞ്ഞിട്ട് ഒരു ഉഷാറില്ലാത്തത്? അങ്ങോട്ട് നോക്ക്, കേക്ക്. ഞാൻ തന്നെ കോരിത്തരിച്ചു ചെയ്യും. ഇതാ നോക്ക്, രോമങ്ങനെ പൊന്തി വരുന്നത്. ഏത് തെണ്ടിയാണ് ഈ കട്ടൻ ചായ പാർട്ടിന്റെ ഔദ്യോഗിക പാനിയാക്കിയത്? കട്ടൻ ചായയിൽ നിന്നാണ് കൊടുങ്കാറ്റുകളുണ്ടായത്.